ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പഴഞ്ചൊല്ലുകൾ. പഴമൊഴികളാണ് പഴഞ്ചൊല്ലുകൾ. തമിഴ് ഭാഷയിൽ പഴഞ്ചൊല്ലുകൾക്ക് മുതുമൊഴികൾ എന്നാണ് പറയാറുള്ളത്. ജനങ്ങൾ പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള വാമൊഴി രൂപമാണ് ഇവ. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുഭവജ്ഞാനവും ജീവിത പരിചയവും അവയിൽ പകർന്നിരിക്കും. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണിവ. ഇനി നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥങ്ങളും നോക്കാം. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഈ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഒരു കുടുംബത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രയത്നിക്കുമ്പോൾ അതിന് വിപരീതമായ ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അടുത്തത്, നേര് പറഞ്ഞാൽ നേരത്തെ പോകാം. ഇതിനുള്ള അർത്ഥം എന്താണ്? വളച്ചു കെട്ടില്ലാത്ത പ്രവൃത്തിക്ക് ഫലം എളുപ്പം ലഭിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത്, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പരിണിത ഫലം അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തത്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. ഇതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് അർത്ഥം? മുൻ അനുഭവം ഏത് പ്രവൃത്തികൾക്കും മുൻകരുതലാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വീകരിക്കാനും അതേപോലെ തന്നെ ഉപേക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ എന്നാണ്. അടുത്തത്, തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് വെച്ചാൽ എന്താണ്? അവസ്ഥ അറിയാതെ പ്രവർത്തിക്കരുത് എന്നാണ്. അടുത്തതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ്? കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ. എന്താണ് അതിൻ്റെ അർത്ഥം? കാര്യപ്രാപ്തിയുള്ളവൻ ആവശ്യങ്ങൾ വേഗം നേടിയെടുക്കും. അപ്പോൾ അതായത് പോസിറ്റീവ് അർത്ഥത്തിലും നെഗറ്റീവ് അർത്ഥത്തിലും നമുക്കിത് പ്രയോഗിക്കാൻ പറ്റും കേട്ടോ. അടുത്തത്, പഠിക്കൽ കലം ഉടയ്ക്കരുത്. ഇത് നമ്മൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കവേ അവസാന നിമിഷം എല്ലാം തെറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പഠിക്കൽ കലം ഉടയ്ക്കരുത് എന്ന് പറയാം. അടുത്തത്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് വെച്ചാൽ പണമുണ്ടെങ്കിൽ എത്ര ഉയരത്തിലും എത്താം. പണമുണ്ടെങ്കിൽ ഏത് അധികാരവും വിലയ്ക്ക് വാങ്ങാം. അല്ലെങ്കിൽ എല്ലാത്തിനും വലുതാണ് പണം എന്നാണ്. എണ്ണിച്ചുട്ട അപ്പം പോലെ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനർത്ഥം എന്താണ്? പരിമിത വസ്തു എന്നാണ്. അടുത്തത്, ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് വെച്ചാൽ അപകടത്തിൽപ്പെട്ടവന് വീണ്ടും അപകടമുണ്ടാകുക എന്നാണ്. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്നൊരു പഴഞ്ചൊല്ല് കേട്ട് കാണും. എന്താണ് അതിൻ്റെ അർത്ഥം? കഴിഞ്ഞു പോയതിൻ്റെ മഹത്വം പരിശോധിക്കുക എന്നാണ്. അടുത്തത്, മുറി വൈദ്യൻ ആളെ കൊല്ലും. അതിൻ്റെ അർത്ഥം എന്താണ്? അല്പജ്ഞാനം ആപത്താണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്